ഹലോ, നമസ്കാരം. എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ രാവിലെ ചായക്ക് ചപ്പാത്തിയാണ് കേട്ടോ. കറിയൊന്നുമില്ല, ചപ്പാത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുപ്പ് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. അടുപ്പൊക്കെ ആകെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഇപ്പോൾ അതിനുള്ളൊരു ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അടുപ്പ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ചാനൽ കാണുന്നവരെല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതാ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഇനി ചോറ് വെക്കണം. ചോറിന് വേണ്ടി ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്. മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചോറൊക്കെ വെച്ചതിന് ശേഷം കറി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിവിടെയാണ് കേട്ടോ വിറകൊക്കെ വയ്ക്കുക. നാളേക്ക് വേണ്ട വിറക് തലേ ദിവസം തന്നെ നമ്മൾ വെട്ടിയിട്ട് ഇതാ ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മൾ വയ്ക്കാറ്. നമുക്ക് വിറക് വെക്കാനായിട്ട് വിറക് പുര ഇല്ല കേട്ടോ. നമ്മൾ മഴക്കാലമായാൽ വിറക് ഈ ഡാർപ്പായൻ്റെ ചുവട്ടിലായിട്ടാണ് കേട്ടോ നമ്മൾ വയ്ക്കുക. അപ്പോൾ ഇതാ ഏട്ടൻ വരുമ്പോൾ മത്തി കൊണ്ടുവന്നിട്ട് അങ്ങനെ മത്തിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെക്കട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മുളകിടാനാണ് വിചാരിക്കുന്നത്. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് മുളകിടാനാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ പല രീതിയിലും മുളകിടലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മുളക്, തക്കാളി, ഉള്ളിയൊക്കെ വാട്ടിയിട്ടുള്ള രീതിയിൽ മുളകിടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി, 2 തക്കാളി, ഒരു 3 പച്ചമുളക്, ഒരു 5-6 ഇല്ലി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് പോകട്ടോ. അങ്ങനെ ഇതാ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ആ ഉലുവ നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളിവിടെ പല രീതിയിലും മുളക് ഇടാറുണ്ട് കേട്ടോ കറി. വെറുതെ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിവെള്ളം, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി അരിഞ്ഞിട്ടിട്ട് അത് തിളപ്പിച്ച് അതിലേക്ക് മീനിട്ടിട്ടും കറി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാം വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ടും നമ്മൾ കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് വാടി കിട്ടും. അതിനിടയ്ക്ക് പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഉള്ളി പച്ചമുളകും നന്നായിട്ട് വഴന്ന് വന്നാൽ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുപോലെ ഉപ്പ് ചേർത്താലും പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ.
അങ്ങനെ ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. വേറെ മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ മുളക് ഇടലേണത് മസാലക്കറി അല്ലല്ലോ. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിക്കണം. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു 1/2 സ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇനി ഇതിൽ ചെറിയ ഉള്ളി ഇടണം. ഞങ്ങൾ ചില സമയങ്ങളിൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി തൂമിക്കുക, അതായത് വറവിട്ടിട്ടും ഞങ്ങൾ കറി വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഞങ്ങൾ ചെറിയ ഉള്ളി ഒന്നും ഇടണില്ല. ചെറിയ ഉള്ളി ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് വെറുതെ മുളകും മത്തി ഇട്ടിട്ട് തിളപ്പിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇറക്കി വെക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.